വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്നിപ്പം 2 ദിവസമായിട്ട് കുർത്തിയൊക്കെ ഇട്ട് കൊണ്ടുകൊണ്ട് ഇപ്പം എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇതെന്താണ് ഇപ്പം സാരി ഒന്നും ഇല്ലേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് സാരി ഇട്ടേക്കാന്ന്. അപ്പോൾ ഇന്ന് സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത്. നേരത്തെയൊക്കെ ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ സാരി ഇട്ടിരുന്നു. അന്ന് ആർക്കും ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല സാരിക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ സാരി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഭയങ്കര സാരി ലവറാണ്. അതുകൊണ്ട് എനിക്ക് സാരി ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു 6-7 മാസമേ ആയിട്ടുള്ളൂല. അപ്പം അന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് സാരിയാണ്. അന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, സാരി കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, എന്തായാലും ഇപ്പം സാരിക്കൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ഇടുന്നത് കുറേ ഓഫർ വീഡിയോ ആയതിൻ്റെ ഉണ്ട്. ഓഫർ വീഡിയോ ഇടുമ്പോഴാണല്ലോ ഡിമാൻഡ് കൂടുതൽ വരിക. അപ്പം ഏതായാലും ഇന്നത്തെ ഓഫർ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഓഫറാണ്. അപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ? ഓഫർ എന്ന് കേട്ടാലാണ് എല്ലാവർക്കും സന്തോഷമുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം ഇന്നത്തെ ഓഫർ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാരീസാണ്. സാരീനെ പറ്റിയൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 2000 ഇതുവരെ ആയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് 2000 ആക്കി തരണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചിട്ട് അതിൻ്റെ ഫുൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ വെച്ചാൽ ഇതെല്ലാം നോട്ടിഫിക്കേഷനും കിട്ടും. ഞാനിന്ന് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികളും കൊണ്ടുവരും. കുറച്ച് റേറ്റ് കൂടിയതും കൊണ്ടുവരും. ഇനി കുറച്ച് സിൽക്കിൻ്റെ സാരികൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. മഹേശ്വരി സിൽക്കിൻ്റെ സാരികൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് റേറ്റ് ഉള്ളതാണ്. നമുക്ക് ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ലിനൻ സാരി ഒക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പിന്നെ മധുബനി സാരീസൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് കൊണ്ടുവന്നതൊക്കെ പെട്ടെന്ന് പോയി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് കാണിക്കാൻ പോണത് ബംഗാൾ കോട്ടൺ സാരികളാണ് കേട്ടോ. അപ്പോൾ ബംഗാൾ കോട്ടൺ സാരി ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ്. ആദ്യം സാരി ഉണ്ടോ എന്നിട്ട് റേറ്റ് പറയാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് സാരി കാണിക്കാം. അതിന് മുന്നേ എൻ്റെ നമ്പർ ഒന്ന് പറയാമേ. 9423206014 കേട്ടോ. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് വേഗം വേഗം പിക്ക് എടുത്തിട്ട് ഫോളോ ചെയ്താൽ മതി. എന്താ പറയേണ്ടത്, വാട്സപ്പ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നായിട്ട് സാരി കാണിക്കാം കേട്ടോ. ആദ്യം കാണിക്കുന്നത് ബംഗാൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. സാരി കുറച്ച് സ്റ്റിഫായിട്ടിരിക്കും കേട്ടോ. അങ്ങനത്തെ സാരികൾക്ക് ആണല്ലോ നമ്മൾ ഈ ബംഗാൾ കോട്ടൺ സാരികൾ എന്ന് പറയുക. ഇതാണ് ഫസ്റ്റ് സാരി കേട്ടോ. സാരിയുടെ ലുക്ക് കണ്ടോളൂ. ഞാൻ നിവർത്തി കാണിക്കാം. ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലുള്ള സാരിയാണ് കേട്ടോ. ഒരു വിലയുള്ള സാരിയൊന്നും അല്ല ഇത്. നിങ്ങൾ ആദ്യം സാരി കാണുക. അപ്പോഴല്ലേ നിങ്ങൾക്ക് വില കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുള്ളൂ. ഇതാണ് സാരി. ഞാൻ എൻ്റെ ഷോള് മാറ്റാം. ഷോള് സാരിയും കൂടെ ആകുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതാ ഇതിൻ്റെ ബോഡി പാർട്ട് നോക്കിക്കോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് ഇതിൻ്റെ ഉള്ളിൽ വരും. ഇതിൻ്റെ ഒരു പിസ്താ ഗ്രീനാണ് കളർ കേട്ടോ. നല്ലൊരു കളറാണ് കേട്ടോ. ഇത് പിസ്താ ഗ്രീൻ കളറിനകത്ത് യെല്ലോ അല്ല കേട്ടോ. ഇനി വീഡിയോയിലെങ്ങാനും യെല്ലോയിഷ് ആണോ വരണേന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ കളർ പറയണത് കേട്ടോ. യെല്ലോ കളറിൽ ഇത് വലിയൊരു എന്താ പറയേണ്ടത്, വലിയൊരു ബഹളമൊന്നുമുള്ള സാരിയല്ല. ഭയങ്കര സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന സാരിയാണിതാ. നോക്കിക്കോ. ഇതിൻ്റെ തുമ്പത്ത് കണ്ടില്ലേ ഒരു ടെമ്പിൾ ഡിസൈൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ബോർഡർ വരിക. 2 സൈഡിലും അതാ ബോർഡർ വരിക. അതാ ഈ സൈഡിലുള്ള ബോർഡറിന് കുറച്ച് ഇത് മേളിലേക്കുള്ള ബോർഡറാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി നമ്മുടെ താഴേക്ക് കൊടുത്ത് വരൂലേ, അതായത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കുത്തുമ്പോൾ ഇവിടെ വരണത് ഫ്രണ്ടിൽ വരണത്, അല്ലെങ്കിൽ താഴെ കാലിൻ്റെ അവിടെ പ്ലീറ്റ്സിൻ്റെ അവിടെ വരണേ, ആ ബോർഡർ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ വലിയ ബോർഡറാണ്. ഇതാണ് ഈ സാരിയുടെ ബോഡി പാർട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ മുന്താണി ഇതേ ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് വരും. ഇങ്ങനെ വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ബംഗാൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർ കോട്ടൺ ആണ്. ഇതിനകത്തൊരു മിക്സോ യാതൊരു സംഭവവും ഇല്ല. അതാ പ്യുവർ കോട്ടൺ. താൻ സാരി എന്ന് പറയും. ബംഗാൾ താൻ സാരി ശാന്തിപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കുന്ന സാരിയാണിത്. ബംഗാളിൽ തന്നെ അവിടെയാണ് ഇതിൻ്റെ ഫേമസ് സ്ഥലം. ഇതാണ് സാരി. പിന്നെ ഈ സാരി നമുക്ക് നല്ല സ്റ്റിഫായിട്ട് ഉടുത്ത്, പിന്നെ ഈ സാരികളെല്ലാം വിത്ത് ബ്ലൗസാണ് കേട്ടോ. ചിലത് ഞാൻ കണ്ടിട്ടുണ്ട് വിത്ത് ബ്ലൗസ് അല്ലാത്ത സാരികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനെല്ലാം വാങ്ങിച്ചത് വിത്ത് ബ്ലൗസ് സാരികളാണ്. ഇതാണ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. വിത്ത് ബ്ലൗസ് സാരികളാണ് എല്ലാം. നോർമലി ബംഗാൾ കോട്ടൺ സാരികൾക്ക് ബ്ലൗസ് നോർമലി വില കുറഞ്ഞ സാരികൾക്ക് വരില്ല. പക്ഷേ എനിക്കത് ബ്ലൗസും കൂടെ ഉള്ള സാരി കിട്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തപ്പി ചെന്നപ്പോൾ എനിക്ക് ബ്ലൗസുള്ള സാരി കിട്ടി. അങ്ങനെയാണ് എനിക്ക് ഈ ബംഗാൾ കോട്ടൺ സാരി വിത്ത് ബ്ലൗസ് കിട്ടിയത്. ഇതാണ് സാരി. ഇപ്പോൾ ഈ സാരിക്ക് നമുക്ക് അങ്ങോട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് കാരണം ഒരു സിമ്പിൾ സാരി അല്ലേ. നല്ലൊരു കോട്ടൺ സാരി, ഒരു സിമ്പിൾ സാരി, അത്രയേ ഉള്ളൂ. ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. കൊടുത്തു വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ലുക്ക്. ഇത് ബോർഡറാണ് കേട്ടോ. മുന്താണിയിൽ പോണതാണ്. നീളമൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ബംഗാൾ കോട്ടൺ ആണ് നീളം കുറവാണോ അങ്ങനെയൊന്നുമില്ല. നീളവും ഉണ്ട്, ബ്ലൗസും ഉണ്ട്. പിന്നെ ബ്ലൗസ് പിന്നെ ഇതിനകത്തുനിന്ന് നമ്മൾ വേണമെങ്കിലൊക്കെ മുറിച്ചാൽ മതി. ഈ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇതൊരു ബ്ലാക്ക് ഒരു കളറാണ് വരുന്നത്. അതൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഉടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ സാരിക്ക് ഇത്രയല്ലേ വില വരണുള്ളൂ. ഇനി അത് നമ്മൾ പിന്നെ
ഒരു ബ്ലൗസും കൂടെ ഒക്കെ തയ്പ്പിക്കണമെങ്കിൽ ഒരു ബ്ലൗസ് തയ്ച്ച് കിട്ടാനായിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് ഒരു സ്റ്റിച്ചിങ്ങുകാരെ കുറ്റം പറയണേ അല്ലാണ്ട് അവർക്ക് നല്ല പണിയുണ്ട്, എനിക്കറിയാം. അങ്ങനെയൊന്നും ആരും വിചാരിച്ചേക്കരുത്. എനിക്ക് എന്നെ വിളിക്കണ പലരും ഉണ്ട് കേട്ടോ, സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യണവർ. അവരൊന്നും ഞാൻ കുറ്റം പറയണതല്ല. പക്ഷെ സ്റ്റിച്ചിങ് ചാർജ് നമുക്ക് ഒരു ബ്ലൗസിന് അവരുടെ എഫർട്ടിന് നമ്മൾ അത്രയും കൊടുക്കേണ്ട വരും. അപ്പം അത് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ സാരികളൊക്കെ ഈ ബ്ലൗസ് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ തയ്ച്ചിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ അതിനൊരു ലുക്ക് അത് വേറെയാണ്. ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ സാരി വരിക കേട്ടോ. ഇനി ഈ സാരിയുടെ റേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. സാരിയുടെ റേറ്റ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും. സാരിയുടെ റേറ്റാണ് 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ എന്ന് പറയുമ്പോൾ തന്നെ എത്ര രൂപ മാറിയെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു 50-60 രൂപയാണ് നോർമലി ഇതിനെല്ലാം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും. ഞാൻ 50 മേടിക്കാറുള്ളൂ സാരിക്ക്. പക്ഷെ നമ്മളത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ വെയിറ്റ് നോക്കുമ്പോൾ ½ kg മുകളിലേക്കുള്ള എല്ലാത്തിനും അവർ കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ അവർക്ക് 62 റുപ്പീസാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ്. ഞാൻ കറക്റ്റായിട്ട് അങ്ങ് പറയുക. എനിക്കിങ്ങനെ അങ്ങനെ പറയണേ എനിക്കിഷ്ടം. എനിക്കിങ്ങനെ ഒളിച്ചേക്കണതൊന്നും ഇഷ്ടമല്ല. എന്താണ് ഞാൻ പണ്ട് കാലം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇതിന് 62 റുപ്പീസ് നമുക്ക് ഷിപ്പിംഗ് ചാർജും വരും. പിന്നെ ഇതിൻ്റെ പാക്കിങ്, നമ്മൾ പാക്കറ്റ് വാങ്ങിക്കണം, പാക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ എഫർട്ട്, ഇതെല്ലാം കൂടെ വരുമ്പം നമുക്ക് പിന്നെ ഇത് നിങ്ങൾക്ക് 499 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു 65-75 രൂപ നമുക്ക് ഇതിനകത്ത് കോസ്റ്റ് പോകും. പിന്നെ ബാക്കി എന്താ എനിക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കുടിച്ചോളൂ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാനിപ്പോൾ ആദ്യമാണ് ബംഗാൾ കോട്ടൺ സാരി ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതങ്ങനെ അങ്ങോട്ട് ഇട്ടുവന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ തരില്ല എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുകയാണ് ഇത് മതി എന്നൊക്കെ തോന്നി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതുകൊണ്ട് ജീവിക്കണം ആളല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പാഷൻ. നോക്കിക്കോ അടുത്ത സാരി എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അടുത്ത സാരിയുടെ കളർ ഇതാ വരണത്. ഇതിനെന്താ പറയണമെന്ന് വെച്ചാൽ കോടി കളറല്ല, ചന്ദന കളറുണ്ട്, ഡാർക്ക് കളർ, ഡാർക്ക് എന്താണ് പറയുന്നത്, സാൻഡൽവുഡിൻ്റെ ഡാർക്ക് കളർ വരും കേട്ടോ. സെയിം ആണ്, ഡിസൈൻ സെയിം ആണ്. ആദ്യം ഞാൻ കാണിച്ചില്ലേ അതിൻ്റെ തന്നെ ഡിസൈൻ നോക്കിക്കോ. അതിനകത്ത് ഉണ്ടോ ഇതിൻ്റെ തുമ്പത്ത് വരുന്ന ഡിസൈനും എല്ലാം സെയിമാണ്. നോക്കിക്കേ, എല്ലാ ഡിസൈനും ഇതിൻ്റെ സെയിമാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുമ്പോൾ എന്താ പ്ലെയിനിൽ ഇത് ഞാൻ ഇതിൻ്റെ മുന്താണി കാണിച്ചു തരാം. മുന്താണിയൊക്കെ സെയിം ആണ് കേട്ടോ. ഇതിന് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. നല്ല സാൻഡൽ കളർ, ഇതാ ഡാർക്ക് കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ് വരിക പ്ലെയിനിൽ. ഇതാണ് സാരി. ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരികൾക്കും, ഇപ്പം ഞാൻ ഓരോന്നെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇന്ന് കാണിക്കുന്ന എല്ലാ സാരികൾക്കും 499 വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ബംഗാൾ കോട്ടൺ സാരി ഞാൻ ഫസ്റ്റിലേ കാണിക്കുക, അപ്പോൾ അതുകൊണ്ട് നോക്കിക്കോ. നെക്സ്റ്റ് കുറച്ചൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഇത് വന്നേക്കണേ കേട്ടോ. ഇതൊരു എന്താ പറയേണ്ടത്, ഒരു വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടൽ ഡിസൈൻസിലാണ്. നോക്കിക്കേ, ഇതാ സാരി. ഈ കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അതുപോലെ ഇതിനകത്ത് ഒരു സിംഗിൾ കളറല്ല, അതൊക്കെ കുറച്ച് സിമ്പിളായിട്ട് നിൽക്കും ആ സാരിയൊക്കെ. ഇത് ഇച്ചിരിയും കൂടെ നമുക്കൊന്ന് എന്താ പറയേണ്ടത്, ഒന്നും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കളർ വരണത് നല്ല റാണി കളറ്, മെറൂണിഷ് കളറ്. ഈ കളർ വരുമ്പോൾ കുറച്ച് മൗ കളറ്, കുറച്ച് അതിൻ്റെ തന്നെ ഒക്കെ ഡിമ്മായിട്ടുള്ള കളറ്, പിന്നെ വീണ്ടും ഇതിൻ്റെ കുറച്ച് ലൈറ്റ് കളർ ഇവിടെ വരും, ഒരു മെറൂണിഷ് കളറ്, പിന്നെ വീണ്ടും ആ ബോർഡർ ഇതാ ഇങ്ങനെ വരും സാരി. ഇങ്ങനെ സാരിയുടെ ലുക്ക് വരും. ഇതിൻ്റെ ബോർഡറിൽ ഈ ലൈൻസ് കാണുന്നത് കേട്ടോ. ബോർഡറിനകത്ത് ഈ ലൈൻസ് കാണുന്നത്, ലൈൻ കാണുന്നതാണ് ഇതിൻ്റെ ബോർഡർ. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരും. മുന്താണി പാർട്ട് ഇതാ വരും. പിന്നെ രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരുന്നുണ്ട്. ഈ സൈഡിലും ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. ബോർഡർ ഡിസൈൻ അതൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഡിസൈൻസ് അല്ലല്ലോ വരുന്നത്. അധികവും ഈ ബംഗാൾ കോട്ടൺ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബൂട്ടസ് അല്ലെങ്കിൽ ലൈൻ പാറ്റേൺ ഇങ്ങനെ വരുവുള്ളൂ. ഇതേ ഇങ്ങനെ ഇരിക്കും സാരി. പക്ഷെ ഇത് സാരി ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഉണ്ടല്ലോ, ഈ സാരിയൊക്കെ നമ്മൾ നല്ല അടുക്കി കുത്തി ബ്ലൗസൊക്കെ തയ്ച്ച് അങ്ങോട്ട് ഉടുത്തോണ്ട് ഇറങ്ങിയ പട്ടുസാരിയൊക്കെ മാറി നിൽക്കും കേട്ടോ. കാരണം അങ്ങനെയാണ്. ഞാനൊരു ഭയങ്കര കോട്ടൺ ലവറായിരുന്നു. എനിക്ക് സാരികൾ മാക്സിമം കോട്ടൺ സാരികളായിരുന്നു. ഞാൻ സ്കൂളിൽ എന്നും ഇങ്ങനെ ഉടുത്തിട്ട് പോകുമായിരുന്നു കോട്ടൺ സാരികൾ. എന്താണ് അത് സ്റ്റാർച്ച് ചെയ്യുക, അതിന് പ്രസ് അതെന്നിട്ട് തേച്ച് അങ്ങനെയൊക്കെ വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര അതിനോട് താല്പര്യമായിരുന്നു. സാരിയോട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾക്ക് അതൊക്കെ ചെയ്യാനൊരു മടി ഉണ്ടാവില്ല. അത് ഇതാ സാരി. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സാരി, കണ്ടില്ലേ? അതിനും 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. ഇനി അടുത്ത സാരി ഇതാ ഒരു യെല്ലോയിഷ് കളറിൽ. ഇതിന് ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ഇതിന് വേറെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം കാണിച്ച സാരിക്ക്
ഈ കസവിൻ്റെ കര വന്നില്ല. ഇതിനകത്ത് ഒരു കസവ് കരയും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഈ കേരള സാരിയിലൊക്കെ വരുന്ന ഒരു കസവിൻ്റെ കരയില്ലേ, അതുപോലെ നോക്കിക്കോ. അതെ കണ്ടോ, കണ്ടില്ലേ? ഇതാണ് ഈ സാരി. ഇതൊക്കെ ഇത് ഫസ്റ്റ് കാണിച്ച സാരിയുടെ ഒരു എന്താ പറയണ്ട പ്രിന്റിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് ഈ കസവ് കരയേ ഉള്ളൂ, വേറെ അധികം ഒരു ബോർഡർ ഡിസൈൻ ഇല്ല. താഴെ വരുമ്പം ഇച്ചിരി കൂടെ ആ ബോർഡർ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു ബോർഡർ ഉണ്ട്. ഈ ബൂട്ടാസ് കൂടാതെ ഒരു കുഞ്ഞു ബോർഡർ ഉണ്ട്. ഇതിനകത്ത് ഈ കസവിൻ്റെ ഒരു ഡിസൈനും കൂടെ വരും. ഇതിൻ്റെ നല്ലൊരു എന്താ പറയേണ്ടത്, നമ്മുടെ ലെമൺ യെല്ലോയുടെ ഡാർക്ക് കളർ, ലെമൺ യെല്ലോയുടെ ഡാർക്ക് കളറാണ് ഇതിന് വരുന്നത്. ഇതിനകത്തൊക്കെ വേറെ ഒരുപാടൊന്നും അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ഞാൻ സമയം കളയുന്നില്ല. സാരി കുറച്ച് അധികം ഉണ്ട്. ഇതാ നിങ്ങൾ കളേഴ്സ് കണ്ടോ, വേഗം വേഗം. ഇതാണ് മുന്താണി വരുന്നത്, ഇതാണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിനിൽ ബ്ലൗസ് വരും കേട്ടോ. ഇതെല്ലാത്തിനും 499. ഇനി അടുത്ത സാരിയുടെ കളർ ഇതാ ബ്ലൂ, സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂവും പിന്നെ എന്താ ആദ്യം ഞാൻ കാണിച്ച സാരി ഇല്ലേ, ഒരു മെറൂൺ കാണിച്ചില്ലേ ഇതിന് മുന്നേ, അതിൻ്റെ ഒരു ഡാർക്കാണ് കേട്ടോ. ഇത് ഡാർക്ക് മീൻസ് അതിൻ്റെ ഒരു കളർ ചേഞ്ച്. ഇതാ ഇതിനകത്ത് 2 ബ്ലൂ കളറുകളാണ് വരുന്നത്. ഇതൊരു ഡാർക്ക് ബ്ലൂ, ഇതൊരു ലൈറ്റ് ബ്ലൂ. എന്നിട്ട് ലൈൻ പാറ്റേണും അതൊക്കെ. ഇത് ബോർഡർ വരും. ഇതിനകത്ത് കുറച്ചൊരു എന്താ പറയേണ്ടത്, ഒരു വീവിങ് ഡിസൈനിൽ പോലത്തെ ഒരു ബോർഡറൊക്കെയാണ് കേട്ടോ. പോലത്തെ അല്ല, വീവിങ് ഡിസൈൻ. എന്താ വില കുറഞ്ഞതാണെന്ന് വെച്ച് സാരി തീരെ മോശമാണെന്ന് വിചാരിക്കരുത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ കുറച്ച് ഡാർക്കാണ് കളർ വരുന്നത്. പിന്നെ ഈ ബോർഡറിലേക്ക് വരുമ്പം വീണ്ടും ഇവിടെ കുറച്ച് ലൈറ്റ് കളർ, പിന്നെ ബോർഡർ വീണ്ടും ഇങ്ങനെ. അപ്പോൾ നമ്മളിത് അടുക്കി കുത്തി ഉടുത്ത് കഴിയുമ്പോഴേ ഇത് രണ്ടും കൂടി ഇങ്ങനെ വിട്ട് നിൽക്കും. അപ്പോൾ ഭംഗിയുണ്ടാവും. അങ്ങനെ വരും സാരി. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ. മുന്താണി തൈ വരും. ഈ ലൈൻ പാറ്റേൺ, ഒരു ലൈൻസും കൂടെ ഇതിനകത്ത് വരും. അതേ ഉള്ളൂ മുന്താണിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. 2 സൈഡിലും ബോർഡറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ പ്ലെയിൻ ആണ് ബ്ലൗസ്. എല്ലാത്തിൻ്റെയും ബ്ലൗസ് അങ്ങനെ തന്നെ. അല്ലല്ലോ, ഇതിനകത്ത് പ്ലെയിൻ അല്ല കേട്ടോ. ഇതിൽ ഈ ബൂട്ട വർക്കുള്ളതാണ് ബ്ലൗസ് വരുന്നത്. സാരികളെല്ലാം ബ്ലൗസ് ഉള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇനി നിങ്ങൾ ഈ സാരി വാങ്ങിച്ചു കഴിയുമ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ടേ ബ്ലൗസൊക്കെ പോയി വെട്ടാവുള്ളൂ കേട്ടോ. അപ്പം കാരണം ഈ തടിയുള്ളവർക്ക് ചിലപ്പോൾ നീളം കുറഞ്ഞു വന്നാലേ പിന്നെ നമ്മൾ ബ്ലൗസ്, എനിക്ക് ചില സാരികളൊക്കെ മേടിച്ച് വരുമ്പോൾ എനിക്ക് ഇത്തിരി തടിയുള്ള ആളല്ലേ, ഇച്ചിരി തടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ബ്ലൗസിന് കിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബ്ലൗസ് വെട്ടാറില്ല. ബ്ലൗസ് ഞാൻ വേറെ മേടിക്കും. അത് അതിൻ്റെ തന്നെ വേറെ കളർ കേട്ടോ. ഇത് നല്ലൊരു ഗ്രീൻ കളറാണ്, നോക്കിക്ക്. ഇത് ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ. ഈ കളറും കൂടെ മിക്സ് വരും. എന്നിട്ട് പിന്നെ ഈ ഒരു ഈ ഒരു ഡിസൈനും ടെമ്പിൾ ഡിസൈനും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ ഇതിനകത്ത് വരുന്നത്. ബോഡി പാർട്ടിൽ ലൈൻസ് ഇല്ല, അത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. എല്ലാത്തിനും 499. ഇതിൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുകൂടെ, ഗ്രീൻ കാണാമല്ലോ. ഈ ഗ്രീനാണ് കേട്ടോ. ഇനി അതിൻ്റെ ഒരു സാരിയും കൂടിയുണ്ട്, കുറച്ചും കൂടെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഓറഞ്ചിഷ് യെല്ലോ എന്നുവെച്ചാൽ ഒരു കുറച്ചും കൂടെ ഡാർക്ക് യെല്ലോ. ഇത്തിരി ഡാർക്ക് കളർ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ. പക്ഷേ ഈ കളറിനകത്ത് ഒരു സിംഗിൾ കളറല്ല, അപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ല ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ ഒരൊറ്റ കളറിൽ ഇങ്ങനെ അങ്ങ് ഡാർക്ക് യെല്ലോ ആയിട്ടല്ല ഇരിക്കണത്, ഡാർക്കും ലൈറ്റും കൂടെ മിക്സ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാരി ഇതിന് നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരും എന്നുണ്ട്. ഇത് മുന്താണി പാർട്ട് കേട്ടോ. മുന്താണിയിലാണ് ഈ ലൈൻ പാറ്റേൺ വരുന്നത്. ഈ ബോർഡറും വരും, ബോർഡർ ഫുള്ള് വരും. ഇതിനകത്താണ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു ഗ്രീൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ യെല്ലോയിനെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഈ കളറൊക്കെ വരുമ്പോൾ നമുക്ക് ഈ യെല്ലോ ഒന്നും എടുത്ത് കാണിക്കത്തില്ല. എന്നാൽ കുറച്ചൊരു യെല്ലോയിഷ് വരികയും ചെയ്യും. പിന്നെ ഈ ലൈറ്റും കൂടെ വന്നു കഴിയുമ്പോൾ, ലൈറ്റ് യെല്ലോയും കൂടെ വന്നു കഴിയുമ്പോൾ കണ്ടോ നല്ല ഭംഗിക്ക് ഇങ്ങനെ ഈ സാരി വരും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഇപ്പം ആ പാറ്റേണിൻ്റെ സാരികൾ ഇപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ ഒരു പാറ്റേൺ കാണിക്കാം. ഇത് ഈ ജാംദാനി സാരികൾ ഞാൻ പറഞ്ഞില്ലേ, ജാംദാനി സാരീസ് എന്ന് പറഞ്ഞില്ലേ, ബംഗാളിൻ്റെ ഭയങ്കര ഫേമസ് സാരികളാണ്. എപ്പോഴോ ഒരു പ്രാവശ്യം സാരി കാണിച്ചിട്ടുണ്ട് ഞാൻ, ജാംദാനി സാരി കാണിച്ചിട്ടുണ്ട്. ബംഗാൾ കോട്ടൺ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാംദാനി സാരീസ് എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ ഭയങ്കര ഫേമസ് സാരിയാണെന്നൊക്കെ ഞാൻ അന്ന് കുറച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇതാ
ആ സാരിയാണ് ഇത് ഈ കാണുന്നത്. ഈ ജാംദാനിയിൽ 2 ടൈപ്പ് വരും. 2 ടൈപ്പ് എന്ന് വെച്ചാൽ ഇത് അധികം വിലയുള്ള ടൈപ്പ് അല്ല, ഇതൊക്കെ വില കുറഞ്ഞ ടൈപ്പാണ് കേട്ടോ. ഇതൊക്കെ 499 ഇതാ, അത് നോക്കിക്കേ, ഒരു ടെമ്പിൾ ഇതുപോലത്തെ കണ്ട. ഇത് സോഫ്റ്റ് ജാംദാനി എന്ന് പറയും. അതായത് ഇതിന് കുറച്ച് കട്ടി കുറവാണ്, അതായത് സോഫ്റ്റ് ആയിട്ടിരിക്കും. മെറ്റീരിയൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. കോട്ടൺ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ ഡിസൈൻ കണ്ട, ബ്ലാക്ക്, വൈറ്റ്, ഇത് കുറച്ചൊരു ഗോൾഡൻ ബൂട്ടാസുമുണ്ട് കേട്ടോ. ഇത് ബോഡി പാർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ബോഡി പാർട്ടിന് ഇതിനിപ്പം എന്താ പറയേണ്ടത്, ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുമോ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ ഒരു സംഭവം വരും, കൊടുത്തു വരും, ഇങ്ങനെ വരുന്നത്. ഇതാ ഇതിൻ്റെ ബോഡി പാർട്ട്. ഇനി ഇതിൻ്റെ പല്ലു അതേ ഈ കാണുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇതിനിപ്പം ഹാർഡായിട്ട് വേണ്ട എന്നുള്ളവർക്ക് ഇപ്പം അടുക്കി കുത്തിയോ കൊടുക്കാനൊന്നും വലിയ ഇതും ബോഡി പാർട്ട് തന്നെയാണ്. ബോഡി, ഈ ബോഡി പാർട്ടിനകത്ത് കണ്ടോ ഈ ഡിസൈൻ ഇങ്ങനെ വരുമ്പോഴേ, ഈ ഡിസൈൻ ഇങ്ങനെ സൈഡിൽ വരുന്നത് കൊണ്ട് നമ്മൾ ബോർഡറൊക്കെ ഇട്ട് ഉടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഈ മാങ്ങ ഡിസൈനും ഈ ടെമ്പിൾ ഡിസൈനും ഇങ്ങനെ വരും സൈഡിൽ കൂടെ കേട്ടോ. ഇതിൻ്റെ മുന്താണി, മുന്താണി ഇതാ മുന്താണി പാർട്ട്, ഇതായിരുന്നു മുന്താണി വരും. ഇതിന് നല്ല ഒരു പിങ്കിഷ് പീച്ച്, പിങ്കും അല്ല പീച്ചും അല്ല, അത് നല്ല ഒരു ഭംഗിയുള്ള കളർ. അടുത്ത് കണ്ടു, എൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ ഈ ഇതാണ് കേട്ടോ. സെറിയുടെ വർക്കാണ് ഈ കാണുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് വിട്ട് കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ വരുന്നത് സെറി വർക്കാണ് കേട്ടോ, വൈറ്റും ബ്ലാക്കും. ഈ വലിയ ബൂട്ടാസില്ലേ, വലിയ മാംഗോ തുമ്പത്ത് വരുന്നത് മുന്താണിയുടെ, അതിനകത്തൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ സെറി പാറ്റേൺ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണിത്. സോഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് ഇത് നല്ലതാണ്. ഇതിനകത്ത് ഇങ്ങനെ പല ലൈൻ പോയാൽ ബ്ലാക്ക് വരും, വൈറ്റ് വരും, പിന്നെ സെറി ബൂട്ടാസ് വരും. അങ്ങനെയാണ് ഇത് ഫുള്ള് പോകുന്നത്. ഇതും അങ്ങനെ തന്നെ വിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇനി ഇതിൻ്റെ 2-3 കളറുണ്ട്. അടുത്ത കളർ കണ്ട് ഇച്ചിരി കൂടി ഒരു നല്ല ഗ്രീനിഷ് കളർ. ഈ കളർ വേണ്ട, നല്ല കളറല്ലേ. ബോഡി കാണിക്കാമേ ആദ്യം. ഇതാ ബോഡി പാർട്ട്. ഇതിനൊക്കെ പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ തുമ്പത്ത് കണ്ട ചെറിയൊരു സെറി ബോർഡറും കൂടെ വരും കേട്ടോ. കണ്ടോ, ഒരു സെറിയുടെ ചെറിയ ബോർഡർ 2 തുമ്പത്തും വരും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഈ ഗ്രീൻ, നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ. വൈറ്റും ബ്ലാക്കും കൂടെ ഇടവിട്ടിട്ട് ബൂട്ടാസ് വരും. ഈ ഗ്രീനിൽ അത് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ വരും. പിന്നെ ഇനി ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വരും. മുന്താണി മുന്താണി ഈ ഡിസൈനാണ് നമ്മൾ ഈ ജാംദാനി ഡിസൈൻ എന്ന് പറയുന്ന ഡിസൈൻ. അതായി കാണുന്നത്, ഈ സാരിയിൽ കാണുന്ന ഡിസൈൻ. ഇത് ബംഗാളിൻ്റെ ഭയങ്കര അവരുടെ ഒരു ഒതൻറ്റിക് ട്രഡീഷണൽ സംഭവങ്ങൾക്ക്. ഇപ്പോൾ അവർക്ക് ദുർഗാപൂജ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫെസ്റ്റിവലാണ് ഇനി വരാൻ പോണത് ഒക്ടോബറിൽ. അവർക്ക് 9 days എന്താ നവരാത്രി എന്നൊക്കെ പറയില്ലേ, നവരാത്രി എന്ന് നമ്മളിവിടെ പറയില്ലേ, ആ സംഭവമാണ് അവരുടെ ദുർഗാപൂജ. അതിൻ്റെ ഭയങ്കര സ്പെഷ്യൽ സാരിയാണ് ഇതൊക്കെ. അതിൻ്റെ ഏറ്റവും ഈ ജാംദാനിയിൽ കുറഞ്ഞ റേറ്റിലുള്ളതാണിത്. ഇതിൻ്റെ 4000-5000 രൂപയുടെ സാരികൾ വരെ നല്ല മെറ്റീരിയലിലും മസ്ലിൻ സിൽക്ക് അതിലൊക്കെ ഉണ്ട്. ഈ സെയിം ഡിസൈനിൽ വരും. ഇതടുത്തത്, ഇതും സോഫ്റ്റ് ജാംദാനിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്ത കളർ ഇതാ, നല്ലൊരു കളറാണ്, നോക്കി കണ്ടോ. ഇതെല്ലാം ബംഗാൾ കോട്ടൺ സാരികളാണ് കേട്ടോ. ഇങ്ങനെ വരും ബോർഡർ. ഇതിൻ്റെ ബോർഡർ കണ്ട് ഒരു ബ്ലൂയിഷ് ബോർഡറാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ബൂട്ടാസാണ് ഫുള്ള് വരുന്നത്. ഇതെന്താ പറയേണ്ടത്, നമ്മുടെ എന്തോ ഒരു ഗ്രീൻ എന്ന് പറയില്ലേ ഇതിന്, ഗ്രീനാണോ ബ്ലൂ ആണ്, ഗ്രീനും ബ്ലൂ അല്ലാത്തൊരു കളറില്ലേ. ഈ കളറിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഇതാണ് കളർ, ഇതാണ് സാരി വരും. പിന്നെ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ കണ്ട ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. ഇങ്ങനത്തെ കുഞ്ഞു ബൂട്ടാസല്ല, ബോർഡറിൽ കണ്ടോ ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ മുന്താണി.
മുന്താണിയിൽ ഈ ജാംദാനി ഡിസൈൻ ഫുള്ള് വന്നിട്ട് നോക്കിയാൽ ഫുള്ള് ഇതിനകത്ത് ജെറി വർക്ക് പോകും കേട്ടോ. ജെറി വർക്ക് ഉണ്ട് ഇതിനകത്ത്, കാണാലോ നിങ്ങൾക്ക്. ഇതാ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ, ഈ ഒരു മഞ്ഞ പോലെ കാണുന്നില്ലേ, അത് മഞ്ഞല്ല കേട്ടോ, അത് ജെറി വർക്കാണ് കാണുന്നത്. വൈറ്റിൻ്റെ കൂടെ ജെറി വർക്കും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ജാംദാനി ഡിസൈനിൽ ഫുള്ള് അങ്ങനെ വരും. തുമ്പത്തതായി ബോർഡറും ഒക്കെ വരും. വേറെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരും. ഇതിനകത്ത് ഇപ്പോൾ ഈ 3 കളറാണ് ഉള്ളത് കേട്ടോ. കളർ 3 കണ്ടില്ലേ, ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോളാം. ഇനിയിപ്പോൾ അവരുടെ അതിന് ഇപ്പം ഞാൻ കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ജാംദാനിയിൽ തന്നെ സോഫ്റ്റ് ജാംദാനി എന്നതിന് പറയും. ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കണതുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സോഫ്റ്റായിട്ട് വേണ്ടവർക്ക് കൊടുക്കാവുന്നതാണ് അത്. ഇതങ്ങനെയല്ല, കുറച്ചും കൂടെ എന്താ പറയേണ്ടത്, ഡിസൈനൊക്കെ സെയിം ആണ് കേട്ടോ. അതാ നോക്കിക്കോ, ഇവിടെ എല്ലാം ഈ ടെമ്പിൾ ഡിസൈനിൻ്റെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് പോണേ. ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇതതിൻ്റെ കളർ വരണേ കേട്ടോ. ഒരു സൈസ് ഒരു ആദ്യം കണ്ടത് കുറച്ചും കൂടെ ഡാർക്കാണ്, ഇത് കുറച്ചും കൂടെ ലൈറ്റ് കളറാണ്. അതിൻ്റെ തന്നെ കുറച്ച് ലൈറ്റ് കളർ, പക്ഷേ ഇതിൻ്റെ ബൂട്ടാസിനൊക്കെ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഗോൾഡൻ ബൂട്ടാസും പിന്നെ ഈ ഒരു ലൈറ്റ് പിങ്കിഷ് ബൂട്ടാസുമാണ് വരുന്നത്. ഈ ഗോൾഡൻ ഈ പിങ്ക് കണ്ടില്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ബൂട്ടാസാണ് ഇതിനകത്ത് നിറച്ച് വരുന്നത്. എന്നിട്ട് തുമ്പത്ത് ഇതാ നോക്കിക്കോ, ഒരു ബ്ലൂയിഷ് ചെറിയൊരു ബോർഡറും കൂടെ വരും കേട്ടോ. ഇങ്ങനെയാണ് ഇത്. കുറച്ചും കൂടെ നമുക്ക് സ്റ്റിഫായിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക്, മറ്റത് സോഫ്റ്റായിട്ട് കൊടുക്കണം പറഞ്ഞാൽ അതിന് സോഫ്റ്റ് ജാംദാനി എന്ന് പറയും. ഇതിൻ്റെ മുന്താണി ഇതാ ഇങ്ങനെ വരും. കണ്ട് ഇതിൻ്റെ മുന്താണിയൊക്കെ കണ്ടോ, നല്ല എന്താ പറയണ്ട, നല്ല നല്ല വർക്കൊക്കെ ഉള്ള, ഇത്രയും വർക്കുള്ള സാധനത്തിനാണ് ഇത്രയും കുറഞ്ഞ റേറ്റ്. നോക്കി, ഇതെല്ലാം നല്ല വർക്കാണ് എല്ലാം. ഇതിൻ്റെ നോക്കിക്കേ, ഇതൊന്നും ഡിസൈൻ അല്ല കേട്ടോ, ഇതിനകത്ത് എല്ലാം കാണുന്നത് നിങ്ങൾ നോക്കിക്കോ, വൂവൺ വർക്കാണിത്, ഹാൻഡ് കൊണ്ട് നോക്കിക്കോ, കണ്ടില്ലേ നിങ്ങൾ. അതുപോലെ ഇതെല്ലാം പ്യുവർ കോട്ടണുമാണ്. ഇതിനകത്തൊരു മിക്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. ഇവിടെ മുതലാണ് ഇതിൻ്റെ എന്താണ് പറയേണ്ടത്, ഈ മുന്താണി തുടങ്ങുക. ഇങ്ങനെ വരും, ഇത് ഫുള്ള് മുന്താണിയാണ്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ അധികം എന്താ പറയേണ്ടത്, സിമ്പിളായിട്ടുള്ള ഡിസൈൻ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് വൺ. ഫസ്റ്റ് കളർ ഇതാണ്. ഇത് ഇപ്പോൾ സോഫ്റ്റ് ആണെങ്കിലും ഈ ഇങ്ങനത്തെ സ്റ്റിഫായിട്ടുള്ളതാണെങ്കിലും എല്ലാത്തിനും റേറ്റ് ഒന്നിനും ഒരു വ്യത്യാസമില്ല. എല്ലാം 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളർ, ആഷ് കളർ. ഇപ്പോൾ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ ആഷ് ഓക്കെ, അങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ല ഭംഗിയെന്ന് വെച്ചാൽ സൂപ്പർ. എനിക്ക് ആഷ് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്, പക്ഷേ ഇതതുകൊണ്ട് മാത്രമല്ല, നല്ല സൂപ്പർ കളർ, സൂപ്പർ സൈറ്റ്. ആദ്യത്തെ സാരിയുടെ കളർ ചേഞ്ചാ കേട്ടോ. മുന്താണിയിൽ മുഴുവൻ ചെറിയ വർക്കായി കാണണം കേട്ടോ. ഇതൊന്നും മുന്താണി അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് അങ്ങനെയൊന്നും അല്ല വരുന്നത്. മുന്താണിയിലെല്ലാം നല്ല വർക്കും നല്ല ഇതൊക്കെ ഉണ്ട്. ഫുള്ള് നോക്ക്, ഹാൻഡ് വർക്കാണ്, ഓവൺ വർക്കാണ് ഇത് മുഴുവനും, പ്രിൻ്റല്ല. എന്നിട്ടാണ് ഇത്രയും നല്ല കോട്ടൺ മെറ്റീരിയലിന് 499 രൂപയും പിന്നെന്തോന്നാ ഫ്രീ ഷിപ്പിങ്ങും. അപ്പോൾ ലാഭമല്ലേ, നല്ല ലാഭമല്ലേ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആ സാരി, അങ്ങനെയാണ്. അതിൻ്റെയൊക്കെ ബ്ലൗസ് ഉണ്ട് കേട്ടോ, അതാ പ്ലെയിനിലാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇതാ ഇതുപോലെ പ്ലെയിനിൽ വരും. ഇനി ഇതിൻ്റെ ഒരു കളറും കൂടി, 2 കളറും കൂടി ഉണ്ട്. അടുത്തത് പർപ്പിൾ കേട്ടോ. അത് ഭയങ്കര ലൈറ്റ് അല്ലായിരുന്നോ, ഇതൊരാവശ്യത്തിന് ഡാർക്ക്, ഭയങ്കര ഡാർക്കല്ല, ഡാർക്ക് പർപ്പിളൊന്നും അല്ല, എന്നാലും അത്യാവശ്യത്തിന് ഒരു കളറൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ എൻ്റെ പോലെ അമ്മൂമ്മയൊന്നും അല്ലല്ലോ, അമ്മയൊക്കെ ആയിരിക്കും, അമ്മൂമ്മയൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ ആഷും ക്രീമും ഒന്നും ആവശ്യമില്ല, അവർക്കൊക്കെ അത് കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടും. കണ്ടോ, മുന്താണി ഇങ്ങനെ വരും, ബോഡി ഇങ്ങനെ വരും. അങ്ങനെയാണ് ഈ സാരി വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് കളറ്, ഒരു കളറും കൂടി ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്ര എടുത്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും കൊണ്ടുതരും. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് എത്ര സാരി വേണമെങ്കിലും കൊണ്ടുതരും. ഇതൊരു എന്താ പറയണ്ട, നല്ലൊരു ഗ്രീൻ നോക്കി,
കണ്ടില്ലേ ഗ്രീൻ ഏതാന്ന്? ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോഡി പാർട്ട്. മുന്താണിയുടെ കൂട്ടി വയ്ക്കുമ്പോഴേ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. ഞാൻ തിരിച്ചു വയ്ക്കാം. ബോഡി ഇങ്ങനെ വരും. കുറച്ചും കൂടെ ഡാർക്ക് ഒരു ഗ്രീനാണ്, പക്ഷേ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഗ്രീനാണ് കേട്ടോ. കുത്തിക്കയറുന്ന ഗ്രീനൊന്നുമല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ഗ്രീനാണ്. ഇതിനകത്ത് കണ്ടോ ഗോൾഡനും നോക്കി. ഇത് ഗോൾഡൻ, ഇത് ഇത്തിരിയും കൂടെ ഒരു ഒരു മസ്റ്റേർഡ് യെല്ലോ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ. ഇത് ഗോൾഡൻ, ഇതൊരു മസ്റ്റേർഡ് യെല്ലോ, ഇതൊരു പിങ്ക്. അങ്ങനെ തന്നെ വിട്ടിട്ടാണ് ഈ ഇത് നോക്കിക്കേ. ഇതൊരു മസ്റ്റേർഡ് യെല്ലോ, ഇതെല്ലാം വീവിങ്ങാണ് കേട്ടോ. പിങ്ക് ഗോൾഡൻ ഇങ്ങനെ വിട്ടിട്ടാണ് ഇതിൻ്റെ ബോർഡർ. രണ്ട് സൈഡിലെ ബോർഡറും അങ്ങനെ തന്നെ വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്താണി ഇതായത്. എന്താണ് ആ ഉള്ളിൽ വന്ന കോമ്പിനേഷൻ ഇല്ലേ, കളർ കോമ്പിനേഷൻ, അത് തന്നെ മുന്താണിയിൽ വരും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാരികളെല്ലാം കണ്ടല്ലോ. എല്ലാവർക്കും സാരിയൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇത് കുറച്ച് സാരിയൊക്കെ ഞാൻ കാണിച്ചോളൂ. ഒരു 10 സാരിയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ എണ്ണയില്ല കേട്ടോ. അപ്പോൾ അത്ര സാരി ഉണ്ട്, എത്ര എണ്ണ ആയാലും അത്രയുണ്ട്. ഇപ്പോൾ തൽക്കാലം അത്രയുണ്ട്. ഇനി ഞാൻ കൊണ്ടുവരും കേട്ടോ. എത്ര സാരി വേണമെങ്കിലും ഇത് കൊണ്ടുതരാം. കാരണം ഈ സാരിയൊക്കെ എനിക്കറിയാവുന്ന ആളുകൾ, ഇതൊക്കെ ബംഗാളിൽ നിന്ന് നേരെ വാങ്ങുന്ന സാരികളാണ് കേട്ടോ. അവിടെ ശാന്തിപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ വരുത്തുന്ന സാരികളാണ്, അല്ലാണ്ട് ഇവിടെ നിന്നൊന്നും മേടിക്കുന്ന സാരികളല്ല. പിന്നെ ഇതിനകത്ത് അത്രയ്ക്ക് ഇപ്പോൾ ഈ ക്വാളിറ്റി ഇതിന് കിട്ടും എന്നുവെച്ചാൽ ഒരു കോട്ടൺ മെറ്റീരിയലിൽ കിട്ടുന്നത്. പിന്നെ നമ്മളിത് കഴിയുമ്പോൾ കുറച്ച് എന്താ പറയേണ്ടത്, ഈ കോട്ടണിൻ്റെ സാരികൾ കഴിയുമ്പം കുറച്ച് ഇതാവൂലേ, പിന്നെ അവരുടെ ഷ്രിങ്കായിട്ട് ഇതുപോലെയാവും. പിന്നെ നമ്മളത് സ്റ്റാർച്ച് മുക്കി തേച്ച് നല്ല ഭംഗിയായിട്ട് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും അത് ഇങ്ങനെ തന്നെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സാരികൾ. അപ്പോൾ വേഗം എല്ലാവരും ഓർഡർ ചെയ്തോളുക. അപ്പോൾ ഇത്ര നേരം എൻ്റെ ചാനൽ കൊണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അടുത്തത് ഉടൻ വരും എന്തിൻ്റെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഓഫർ വീഡിയോയുമായിട്ട്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.